സൈലം SSC RRB നമ്മുടെ SSC എക്സാമുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ SSC എക്സാം പാറ്റേൺ ചേഞ്ച് ഉണ്ടാവുമോ, വെൻഡർ ചേഞ്ച് ഉണ്ടാവുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ഡിലേ ആവുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പൊ SSC എക്സാമുമായി റിലേറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കുറെ റൂമേഴ്സ് ആയിട്ടുള്ള വീഡിയോസും അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ട് നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, കൂടുതൽ പ്രിപ്പറേഷനിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. ഇപ്പൊ നമുക്ക് ടെലിഗ്രാമിൽ വരുന്ന മെസ്സേജസ് ആയാലും കുറെ ഇങ്ങനത്തെ കൺസേൺസ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എക്സാം പാറ്റേൺ ചേഞ്ച് ആയാലും നമ്മുടെ സിലബസിൽ വലിയ മാറ്റമില്ല. സോ എന്ത് ചെയ്യുക, മാക്സിമം സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക, ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ എന്ത് ചെയ്തത്, നമ്മുടെ SSCന്റെ സൈറ്റിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നത്. അത് മാൽ പ്രാക്ടീസ് ഒക്കെ കണ്ടക്ട് ചെയ്തത്, അതായത് ഗൈഡ് ലൈൻസ് ഫോർ ഡീബാർമെന്റ് ആണ്. ഗൈഡ് ലൈൻസ് ഫോർ ഡീബാർമെന്റ് ഓഫ് ദ കാൻഡിഡേറ്റ് ഫ്രം ദി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓഫ് SSC. അതായത് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഡീബാർമെന്റ് ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഡീബാർ ആവുക, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇനി ഇഫ് നമ്മൾ ഡീബാർ ആയാൽ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്നൊക്കെയാണ് ഇന്നലെ സൈറ്റിൽ വന്നിട്ടുണ്ടായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. നമുക്കതൊരു അൺനെസസറി കാര്യമായി തോന്നുമെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഒന്ന് കെയർ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇഫ് നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോവുകയാണെങ്കിൽ അത് ഡീബാർ കോസ് ചെയ്യുന്ന ഒരു കാരണമാണെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുക, എന്തൊക്കെ ഈ ഒരു സില്ലി കാര്യമാണെന്ന് തോന്നുന്നത് പോലും നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങളെ മനസ്സിലാക്കാനാണ് ഇന്ന്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ CGL ബാച്ചിന്റെ കാര്യമാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ച് നമ്മുടെ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. ഏറ്റവും സക്സസ്ഫുൾ ആയി റൺ ചെയ്യുന്ന നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ചിലേക്ക് ഇപ്പോഴും അഡ്മിഷൻ കണ്ടിന്യൂയിങ് ആണ്. നമ്മുടെ ടാഗ് ലൈൻ പോയിന്റിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം പഠിച്ച നിങ്ങൾക്ക് SSC CGL സെലക്ഷൻ ബാച്ച് വഴി നിങ്ങളുടെ CGL എന്ന് പറയുന്ന സ്വപ്നം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് CBT 1 ആൻഡ് CBT 2. CBT 2 നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വഴി നേടാവുന്നതാണ്. അതായത് CBT 1 ഉം CBT 2 ഉം 5,999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് സിലബസ് ഏറ്റവും അടിപൊളിയായി കംപ്ലീറ്റ് സിലബസ് ഏറ്റവും ഡീപ്പായി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമുക്ക് സമയമുണ്ട്. അപ്പൊ സമയം എടുത്തുകൊണ്ട് വളരെ നന്നായി സമയം എടുത്തുകൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളൊരു റെഗുലർ സ്റ്റുഡന്റ് ആണെങ്കിൽ, SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റെഗുലർ സ്റ്റുഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ SSC എക്സാമുകൾക്ക് ത്രൂ ഔട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റെഗുലർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ ബാച്ചിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് ഈ ബാച്ചിൽ നിന്നും റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള സമയം ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം നോട്ടിഫിക്കേഷന് നല്ല ഡിലേ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ നമ്മുടെ ഏറ്റവും നല്ലൊരു ബാച്ചാണ് SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. കാരണം ഇനിയുള്ളത് കഴിഞ്ഞു പോയത് റെക്കോർഡഡ് കണ്ടാൽ പോലും വളരെ വ്യക്തമായൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, റെഡി? അടുത്ത നമ്മുടെ ഏറ്റവും കുറഞ്ഞ ഫീസ്, മികച്ച പരിശീലനം, ഉറപ്പുള്ള വിജയം. ഇതും നമ്മുടെ ടാഗ് ലൈൻ പോലെ തന്നെ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള നമ്മുടെ ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇന്നാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ SSC CGL Tier 1ന്റെ ക്രാഷ് കോഴ്സ് ആണ്. ഇതില് മനസ്സിലാക്കുക, CGL Tier 1 ക്രാഷ് കോഴ്സ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഒരു ക്രാഷ് ലാൻഡിങ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. വളരെ ഫാസ്റ്റ് ആയി ടോപ്പിക്കുകളിലൂടെ കടന്നു പോവുകയും എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രോബ്ലംസും എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു ക്രാഷ് ലാൻഡിങ് ആണ് നമ്മൾ ഈ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ യാതൊരു ബേസും ഇല്ലാത്ത പുതിയൊരു കുട്ടിയാണ് SSC എക്സാമിലേക്ക് കടന്നു വരുന്ന ഒരു ന്യൂ ആസ്പിറന്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് നമ്മുടെ മാസ്റ്റർ ബാച്ച് അല്ല, അതിന് പകരം സെലക്ഷൻ ബാച്ച് ആയിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ SSC CGL മാസ്റ്റർ ബാച്ചിലേക്ക് വരിക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ട്, കുറച്ച് മാർക്കിനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ Tier 1 എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് CGL മാസ്റ്റർ ബാച്ച് ക്രാഷ് കോഴ്സിലേക്കാണ്. Tier 2 കുഞ്ഞു മാർക്കിനാ പോയെ, എവിടെ ജോയിൻ ചെയ്യുക? നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. ഈ ഒരു ബാച്ചിന്റെ 1,999 മാത്രമാണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 1,999 ഇവിടെ ബാച്ച് ഫീ, ഇവിടെ
നമ്മുടെ ബാച്ച് ഫീ നോക്കുമ്പോൾ 5,999. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഫീസ് നോക്കിയല്ല മക്കളെ ജോയിൻ ചെയ്യേണ്ടത്. എങ്ങനെയാണ്, എന്താണ് കണ്ടന്റ്, എന്താണ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയാണ്. അതായത് ഈ 2 ബാച്ചുകളിലെയും കണ്ടന്റ് ഡെലിവർ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. കണ്ടന്റ് സെയിം ആണെങ്കിലും കണ്ടന്റ് ഡെലിവർ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് പ്രോപ്പർ ആയ ബാച്ച് ഏതാണെന്ന് നോക്കുക, ആ ബാച്ചിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഇപ്രാവശ്യം CGL വാങ്ങണം, നേടിയെടുക്കണം. നമുക്ക് CBT 1 ആണെങ്കിലും CBT 2 ആണെങ്കിലും റെഡിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് SSC ഗൈഡ് ലൈൻസിലേക്ക്, നമ്മുടെ ഡിപാർട്ട്മെന്റ് ഗൈഡ് ലൈൻസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അതായത് ഗൈഡ് ലൈൻസ് ഫോർ ഡിപാർട്ട്മെന്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓഫ് SSC. നമ്മൾ എന്തെങ്കിലും, അതായത് കാൻഡിഡേറ്റ്സ് ഹു റിസോർട്ട് ടു മിസ്കണ്ടക്ട് ഓർ മാൽപ്രാക്ടീസ് ഓർ വയലേഷൻ ഓഫ് എക്സാമിനേഷൻ റൂൾസ്, അതായത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ റൂളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും മാൽപ്രാക്ടീസോ മിസ്കണ്ടക്ടോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീബാർ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന്റെ പ്രോസസ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ഈ റിപ്പോർട്ടിംഗ് ദ ഇൻസിഡന്റ് ഓർ മാൽപ്രാക്ടീസ് ആണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഇൻവിജിലേറ്റേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഒബ്സർവേഴ്സ്, സെന്റർ കോർഡിനേറ്റേഴ്സ്, ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ എക്സാം സെന്ററിൽ ഉണ്ടായിരിക്കും അല്ലെ. ഇവരെന്ത് ചെയ്യേണ്ടതാണ്, ഇവര് ആ മിസ്കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതിന്റെ കൂടെ വിത്ത് എവിഡൻസ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആർക്കാണ് ഇത്? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി SSC ഹെഡ്ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ നമ്മൾ എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുന്ന റീജിയണൽ ഡയറക്ടർക്കോ ആണ് എന്ത് ചെയ്യേണ്ടത്. നമ്മൾ എക്സാം എഴുതുന്ന സിറ്റിയിലെ റീജിയണൽ ഡയറക്ടർക്കോ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു നമ്മുടെ റീജിയണൽ ഓഫീസിൽ നിന്നും ഷോക്കോസ് നോട്ടീസ്, അതായത് കാരണം കാണിക്കൽ നോട്ടീസ് നമുക്ക് സ്റ്റുഡൻസിന് അയക്കുന്നതാണ്. അതായത് ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ നമ്മൾ എന്തുകൊണ്ട് ഡീബാർ ചെയ്യപ്പെടരുത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റുഡന്റിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ എന്താണ്, പക്ഷെ ശ്രദ്ധിക്കുക, ഈ ഷോക്കോസ് നോട്ടീസ് അല്ലെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ലാംഗ്വേജ്, അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത് റീഡബിൾ ആയിരിക്കണം, ഏറ്റവും നല്ല മനസ്സിലാവുന്ന രീതിയിൽ നന്നായി എഴുതി തയ്യാറാക്കിയിട്ടായിരിക്കണം ഈ ഷോക്കോസ് നോട്ടീസ് കൊടുക്കേണ്ടത്. അതായത് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മൾ റേസ് ചെയ്യുന്ന ഇഷ്യൂ, എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അത്രയും ക്രിസ്പ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ലാംഗ്വേജിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് പറയുന്നുണ്ട് ടൈം ലിമിറ്റ്. അതായത് നമ്മൾ ഷോക്കോസ് നോട്ടീസ് ലഭിച്ചതിന് ശേഷം a time limit of 7 days from the date of receipt of the ഷോക്കോസ് നോട്ടീസ് ആണ് കാൻഡിഡേറ്റിന് അവരുടെ എക്സ്പ്ലനേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള പീരീഡ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് 7 ദിവസമാണ് ടൈം ലിമിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ മെയിൽ റിസീവ് ചെയ്തത് തൊട്ടുള്ള 7 ദിവസമാണ് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇപ്പൊ മോർ ദാൻ 1 സ്റ്റുഡൻസിന് ഈ ഷോക്കോസ് നോട്ടീസ് നമ്മൾ സമർപ്പിക്കണമെങ്കിൽ 2 പേരും ഇൻഡിവിജ്വലി അവരുടെ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഷോക്കോസ് നോട്ടീസ് അയക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, The ഷോക്കോസ് നോട്ടീസ് ഷാൽ ബി സെൻഡ് ടു കാൻഡിഡേറ്റ്. അതായത് നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മെയിൽ ID കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ആ മെയിൽ IDയിലേക്കാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് വരുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആ മെയിൽ IDയിലേക്ക്, അതായത് കാരണം കാണിക്കൽ നോട്ടീസ് വരുന്ന മെയിൽ IDയിലേക്ക് നമ്മുടെ പ്രോപ്പർ റിപ്ലൈ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, പ്രോപ്പർ റിപ്ലൈ മെയിലായിട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കാം. അതിനുശേഷം ഈ കാരണം കാണിക്കൽ നോട്ടീസ് റിവ്യൂ ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2 to 3 ഒഫീഷ്യൽസ് ഉള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോം ചെയ്യുകയും അതിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഒരു ഫേസ് ടു ഫേസ് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ എവിഡൻസസ് ഒക്കെ ആയിട്ട് നമുക്ക് ഫേസ് ടു ഫേസ് എക്സ്പ്ലനേഷൻ ചെയ്യാവുന്നതാണ് ഇവിടെ വെച്ച്. ഇതിന്റെ കംപ്ലീറ്റ് അതോറിറ്റി റീജിയണൽ ഡയറക്ടർക്കായിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, പിന്നെ ഇൻ കേസ് ഓഫ് ദ ഒഫൻസ് ഇസ് എ കൈൻഡ് ഓഫ് നോട്ട് കവേർഡ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന മാൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് വേറൊരു കൈൻഡ് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത നോംസ് പ്രകാരമാണെങ്കിൽ അത് കൃത്യമായി റിവ്യൂ ചെയ്യുകയും അത് നമ്മുടെ നോംസിലേക്ക് ആഡ് ഓൺ ചെയ്യുകയും ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. എക്സിസ്റ്റിംഗ് നോംസിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, വേറൊരു നോമായിട്ട് നമ്മുടെ ഇതിലേക്ക് ഇത് ആഡ് ഓൺ ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഏത് കൈൻഡ് ഓഫ് മാൽ പ്രാക്ടീസിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ പെനാൽറ്റി തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അനക്ഷർ എയിലാണ് എന്തായിരിക്കും ഇതിന്റെ മാൽ പ്രാക്ടീസിന്റെ ഡിപാർട്ട്മെന്റ് പീരീഡിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പൊ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഡിബാർമെന്റ് പീരീഡിന്റെ ഒരു ഡിബാർമെന്റ് പീരീഡ് എന്ന് പറയുന്നത്. ടേക്കിംഗ് അവേ എനി എക്സാമിനേഷൻ റിലേറ്റഡ് മെറ്റീരിയൽ, അതായത് റഫ് ഷീറ്റ്, കമ്മീഷൻ കോപ്പി ഓഫ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് from the examination hall or passing it on to unauthorized person during the conduct examination 1 to 2 years ആണ് ഡിബാർമെന്റ് പീരീഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അറിയാതെ റഫ് ഷീറ്റ് ഒക്കെ കൊണ്ടുപോയാൽ നമുക്ക് 1 to 2 years ആണ് വരുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ലീവിംഗ് ദ എക്സാമിനേഷൻ വെന്യൂ ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ എക്സിറ്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ 1 year ആണ് വരുന്നത്. മിസ്ബിഹേവിംഗ് ഓർ ഇന്റിമിഡേറ്റിംഗ് ത്രെട്ടനിങ് ഇൻ എനി മാനർ വിത്ത് ദി എക്സാമിനേഷൻ ഫംഗ്ഷണറീസ് സൂപ്പർവൈസർ ഇൻവിജിലേറ്റർ, അതായത് എക്സാം ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ എക്സാം നടത്തിപ്പിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തുകയാണെങ്കിൽ 2 to 3 years വരുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യം, പൊസഷൻ ഓഫ് മൊബൈൽ ഫോൺസ്, ബ്ലൂടൂത്ത് ഡിവൈസ്, വയർലെസ് ഡിവൈസ്, ഇതിനൊക്കെ 3 to 5 years വരുന്നുണ്ട്. 7 years എന്താണ്? പൊസഷൻ ഓഫ് ഫയർ ആംസ്, വെപ്പൺസ് ഓർ ത്രെട്ടനിങ് ഇന്റിമിഡേറ്റിംഗ് എക്സാമിനേഷൻ ഫംഗ്ഷനീസ്, അതായത് ഈ ആംസ്, വെപ്പൺസ് അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ എന്തെങ്കിലും അസോൾട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ എന്ത് വരുന്നുണ്ട്? 7 years വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഈവൻ വളരെ കുഞ്ഞു കാര്യമാണ് നമ്മൾ അറിയാതെ റഫ് ഷീറ്റ് ഒക്കെ എടുക്കുക. ടേക്കിംഗ് എനി എക്സാമിനേഷൻ റിലേറ്റഡ് മെറ്റീരിയൽ 1 to 2 year വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഈ PDF ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ഈ അനക്ഷർ എ മേക്ക് ഷുവർ ചെയ്യുക. അനക്ഷർ എ നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. കാരണം ഇതെല്ലാം നമ്മൾ സില്ലി തിങ്സ് ആണെന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന കാര്യമാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആണ്. റെഡി? ആ കാര്യം ഒന്ന് മേക്ക് ഷുവർ ചെയ്യാം. ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു പേജ് 23 അനക്ഷർ എയിൽ എന്തായാലും വായിച്ചു നോക്കുക. അപ്പോ വളരെ സില്ലി ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതൊന്ന് കൊണ്ടുവരണം എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം എല്ലാവരും ഓർക്കുക. നിങ്ങൾ ഒരു റെഗുലർ CGL എക്സാം CPT1 CPT2 ഫോക്കസ് ചെയ്ത് ഒരു റെഗുലർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം, എന്നാലും നിങ്ങൾ റെഗുലർ സ്റ്റുഡന്റ് ആണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ CGL സെലക്ഷൻ ബാച്ച് ആണ്. ഇനി അല്ല, നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് CPT1 ക്രാക്ക് ചെയ്യണം, ഇന്ന് നിങ്ങളുടെ കോളേജ് ഗോയിങ് സ്റ്റുഡന്റ് ആണ്, അധികം സമയമില്ല, പെട്ടെന്ന് കാര്യങ്ങളൊന്ന് നോക്കണം, അതിനാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ SSC CGL ക്രാഷ് കോഴ്സ് ആയിട്ടുള്ള മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. 2 ബാച്ചുകളും ആലോചിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ചിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാച്ചിൽ കാണാം. അപ്പോൾ താങ്ക് യു.